This program is sponsored by RAK Bank, the National Bank of Ras Al Khaimah, co-sponsored by Surya Homes, apartments, residential townships, villas and commercial buildings. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കൈരളിയുടെ എല്ലാ മുദ്രകളും അണിഞ്ഞു നിൽക്കുന്ന, പനയോലയും തെങ്ങോലയും പരസ്പരം കൈകോർക്കുന്ന ഗ്രാമപുണ്യങ്ങളുടെ ഗൃഹാതുര സ്മരണകൾ നെഞ്ചിലേറ്റി പാലക്കാട്ടുകാർ ഈന്തപ്പനയുടെ നാട്ടിൽ ഒത്തുകൂടി. പാലക്കാട് അസോസിയേഷൻ UAE ഔപചാരികമായ പ്രവർത്തനോദ്ഘാടനം ദുബായിലെ അൽബർഷയിലുള്ള JSS ഇൻ്റർനാഷണൽ സ്കൂളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികളോടെ അരങ്ങേറി. നമസ്കാരം. പാലക്കാട് അസോസിയേഷൻ്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ അതിഥികളെ ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യട്ടെ. പാലക്കാട് അസോസിയേഷൻ ഔപചാരികമായ ഉദ്ഘാടനം നടക്കുകയാണ്. അപ്പം നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ പോൾസൺ പാലക്കാട് അസോസിയേഷൻ്റെ അസിസ്റ്റൻറ്റ് ട്രഷററാണ്. മിസ്റ്റർ KS മേനോൻ പാലക്കാട് അസോസിയേഷൻ്റെ ട്രഷററാണ്. മിസ്റ്റർ സുരേഷ് കാവശ്ശേരി ജോയിൻറ്റ് സെക്രട്ടറി പ്രോഗ്രാംസ്. Umar Sahib, Joint Secretary Administration. Mr. Krishnaraj, General Secretary. Mr. Vijaykumar Nair, Vice President Programs. Mr. Omal Kumar, Vice President Administration. Mr. TP Chakrabani, President of Palakkad Association. ഒരു മഹാസംഗമത്തിന് ഔപചാരികമായ സമാരംഭം കുറിക്കപ്പെടാൻ പോവുകയാണ്. പാലക്കാട് അസോസിയേഷൻ UAE പ്രവർത്തന ഉദ്ഘാടനം ഔപചാരികമായി ദീപം തെളിയിച്ച് നിർവഹിക്കുവാൻ വിശിഷ്ട അതിഥികളെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രസിഡൻഷ്യൽ അഡ്രസ് ഡെലിവർ ചെയ്യാനായി ശ്രീ TP ചക്രപാണിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിറന്നു വീണ നാടിൻ്റെ നന്മയ്ക്കായി തന്നാൽ കഴിയുന്നത് ചെയ്യണമെന്ന ആഗ്രഹമാണ് നമ്മെ ഇവിടെ ഒരുമിപ്പിച്ചിരിക്കുന്നത്. 2009 നവംബറിൽ നമ്മൾ ആദ്യ യോഗം സഫലമാക്കി. അതിനെ തുടർന്ന് ലഭിച്ച ക്രിയാത്മക വിമർശനങ്ങളും നിർദ്ദേശങ്ങളും ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ എനിക്കേറെ സഹായകമായി എന്ന് പ്രത്യേകം പരാമർശിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെറുതും വലുതുമായ ഒട്ടനവധി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ന് ഇവിടെ ഈ കൂടിക്കാഴ്ചേരലിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഞാൻ അത്യധികം സന്തോഷവാനാണ്. കേരളത്തിലെ ഒരു മികച്ച ജില്ലയിൽ നിന്നും ഉരുത്തിരുന്നവരാണ് നമ്മൾ. ഈ കൂട്ടായ്മയ്ക്ക് ഏതു ലക്ഷ്യവും പ്രാപിക്കാൻ കഴിയും. അതിന് പ്രതിബന്ധമാവാൻ ഒരു ശക്തിക്കും ആവില്ല. വേരുകൊണ്ട് ബന്ധം സുദൃഢമാക്കിയ പാദവത്തെ ഏത് കൊടുങ്കാറ്റിനാണ് മറിച്ചിടാൻ കഴിയുക? നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ഡോക്ടർ AP ജയരാമൻ. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു ആണവ ശാസ്ത്രജ്ഞനാണ്. ഉദ്ഘാടന പ്രസംഗം നടത്തുന്നതിനായി ശ്രീ AP ജയരാമനെ സന്തോഷത്തോടെ ക്ഷണിക്കുന്നു. ഔപചാരികമായി പാലക്കാട് അസോസിയേഷൻ ലോഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ വിക്ഷേപണം ചെയ്യുവാൻ ഞാൻ അർഹനാണോ എന്ന ചോദ്യമാണ് ആദ്യം എന്നിൽ ഉയർന്നു വന്നത്. ഇതിഹാസകാരൻ പാലക്കാടിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ഒരുപക്ഷെ എഴുതുക
സമകാലീന വിജ്ഞാന ശാസ്ത്രത്തിന് പാലക്കാട് ചെയ്ത സംഭാവന എന്താണ് എന്ന ഒരൊറ്റ ചോദ്യമായിരിക്കും. ഏറ്റവും ശാശ്വതമായ, ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സംഭാവന നടത്തിയത് പാലക്കാടാണ്. പ്രപഞ്ചം ദ്രവ്യത്താൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ദ്രവ്യം അണുക്കളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. അണുക്കൾ കണികകളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ കണികകളിൽ ഒന്ന് കണ്ടെത്തിയത് ശ്രീകൃഷ്ണപുരം MGK മേനോൻ എന്ന് പറഞ്ഞ ഗോപകുമാര മേനോനാണ് എന്നുള്ളത് ലോകവിജ്ഞാന ചരിത്രത്തിൽ എറ്റേണൽ കോൺട്രിബ്യൂഷനായിട്ട് മറക്കാൻ വയ്യാത്തൊരു സംഭവമായി എൻ്റെ ഗുരുനാഥനും എൻ്റെ മെൻറ്ററുമായ പ്രൊഫസർ മേനോനാണ് ഇത് കണ്ടെത്തിയത്. പാലക്കാടും ദുബായും തമ്മിലുള്ള ബന്ധം, അതായത് നമ്മുടെ ജോഗ്രഫി ആൻഡ് ഡെമോഗ്രാഫി, ഭൂമിശാസ്ത്രവും ജനസംഖ്യയും ഏതാണ്ട് തുല്യമാണ്. പാലക്കാടും ദുബായുമായുള്ള പ്രാഥമികമായ ബന്ധം അവിടെയാണ്. അവിടെ അവസാനിക്കുന്ന ബന്ധം. അവിടുന്ന് അങ്ങോട്ടുള്ള ഭൗതിക പുരോഗതിയിൽ അവിടെ നിന്ന് മാറുകയാണ് ഈ രണ്ട്. നമ്മുടെ പൂർവ്വകാല ചരിത്രത്തിലേക്ക്, ആ നല്ല കാലത്തിലേക്ക് ഒന്ന് പങ്കെടുക്കുകയാണെങ്കിൽ കാണാം രാമശ്ശേരി ഇഡ്ഡലി. ഒരുപക്ഷെ മക്ഡൊണാൾഡിൻ്റെയും KFCയുടെയും നിലവാരത്തിലേക്ക് എന്തുകൊണ്ടാണ് നമുക്ക് രാമശ്ശേരി ഇഡ്ഡലിയെ ഉയർത്താൻ കഴിയാത്തത്? ഫെർമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൻ്റെ എല്ലാ രഹസ്യങ്ങളും നമുക്കിന്നറിയാം. ഈ രാസരഹസ്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും രാമശ്ശേരി ഇഡ്ഡലിയെ തനതായ രൂപത്തിൽ എന്തുകൊണ്ട് നമുക്ക് പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്നില്ല? വാണിജ്യാടിസ്ഥാനത്തിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് നമുക്ക് നേടാൻ കഴിയുന്നില്ല. ഇത് ഇന്നത്തെ മാനേജ്മെൻറ്റ് ടെക്നിക്സ് പഠിച്ച നിങ്ങളെല്ലാവരും ഇതേപ്പറ്റി കാര്യമായി രാമശ്ശേരി ഇഡ്ഡലിയെ പറ്റി ഒന്ന് ചിന്തിക്കുക. പാലക്കാടൻ അസോസിയേഷനോട് എൻ്റെ എല്ലാ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഔപചാരികമായി ഈ അസോസിയേഷൻ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ചുരം കയറിയ കാറ്റ് കരിമ്പനത്തലപ്പിൽ കതിരോലപ്പാടമാകയും തിറയാടുന്ന തെങ്ങോലയിലും അനവദ്യ സുന്ദരം വേലിക്കാഘോഷമാ നിറവള്ളികളിലും നറുമണം പൊഴിക്കും തൊടിസുമങ്ങളിലും കവിതയായി പടരുന്നു ഒരു പാലക്കാടൻ കാറ്റു നിറയുന്നു. പൊൻവെയിൽ പട്ടും വെണ്ണിലാച്ചേലയും ചേലിൽ കാലങ്ങളിൽ മാറിയണിയും പാലക്കാട്ടു ദേശമഹിമ കാലത്തിലേക്ക് പെരുമാ. കോട്ടയ്ക്കു ചുറ്റിലും അതിശയ കോട്ടകൾ, പറവതിനെഴുതാത്ത ചന്തങ്ങൾ, പിന്നെയും ഈ ചന്തങ്ങൾ പേറുന്ന പുണ്യം, ഈ ചന്തങ്ങൾ പേറുന്ന പുണ്യം, കലകൾ ചിന്തേരിടുന്നൊരു പുണ്യം. ചന്തമെന്നാടിൻ്റെ ചന്തം, എൻ്റെ പാലക്കാടിൻ്റെ ചന്തം. विभवं ते हृदमायि
RAK Bank, the National Bank of Ras Al Khaimah, Surya Homes, apartments, residential townships, villas and commercial buildings, Total Electrical and Mechanical LLC, Globelink Vesta Shipping LLC. ചരിത്രത്തിൽ സ്ഥാനം നേടിയിട്ടുള്ള ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയുടെ നിർമ്മാണ പ്രക്രിയയിൽ പ്രവർത്തിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ച റെസിഡന്റ് എഞ്ചിനീയറാണ് പാലക്കാട്ടുകാരനായ ശ്രീ രവികുമാർ. ശ്രീ ഉമ്മർ സാഹിബ് ശ്രീ രവികുമാറിനെ മൊമെന്റോ നൽകി ആദരിക്കുന്നു. പാലക്കാട് അസോസിയേഷന്റെ ആദരം സ്വീകരിച്ചാലും. യാ ദേവി സർവഭൂതേഷു പ്രേമരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ. Aditya International LLC, SRR Building Material Trading, ABF Freight International Private Limited, Avis Rent a Car. പാലക്കാട് ജില്ലയുടെ വിഭിന്ന ഭാഗങ്ങളിൽ നിന്ന് ജീവിതായോധനത്തിന് വേണ്ടി UAE എത്തുകയും ഇപ്പോൾ പിറന്ന നാട് എന്ന ചരട് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയും ചെയ്ത നിങ്ങളെ ഞാൻ ആദ്യം തന്നെ അഭിവാദ്യങ്ങളും അർപ്പിക്കട്ടെ. ഇത്തരം കൂട്ടായ്മകൾ അനിവാര്യമായി തീർന്ന ഒരവസരത്തിലാണ് നിങ്ങൾ ഇത് നടത്തുന്നത് എന്നത് കൂടുതൽ അന്വർത്ഥമായിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയ്ക്ക് ഒരു മാറ്റ് കൂട്ടുവാനായി നമ്മുടെ പാലക്കാട് അസോസിയേഷൻ്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ സ്വന്തം നാട്ടുകാരനും കലാസാഹിത്യ രംഗത്ത് നിരവധി വിസ്മയങ്ങളും സൃഷ്ടിച്ച ശ്രീ കുഴൽമന്നം രാമകൃഷ്ണനെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ കുഴൽമന്നം രാമകൃഷ്ണനുള്ള പാലക്കാട് അസോസിയേഷൻ സ്നേഹോപഹാരം ശ്രീ സുരേഷ് കാവശ്ശേരി സമ്മാനിക്കുന്നു.
പാലക്കാട്ടുകാരായ UAE പ്രവാസികൾക്കായി ഇതാദ്യമായാണ് ഒരു സംഘടന രൂപീകൃതമാകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ വൈകിയാണെങ്കിലും ഇങ്ങനെ ഒരു സംഘടനയ്ക്ക് രൂപം നൽകാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് ശ്ലാഘനീയമായ ഒരു പ്രവൃത്തിയാണ്. ഈ സംഘടനയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗസ്റ്റ് ഓഫ് ഓണറായി പങ്കെടുക്കുവാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്ത അനുഭവമാണ്, വലിയ ഭാഗ്യമാണ്, അംഗീകാരമാണ്. CIMAC Quality International Solution, Nikai Group of Companies, Ahalya Health Heritage and Knowledge Village. ഒക്ടോബർ 30 ക്രീക്ക് സൈഡ് പാർക്ക് ദുബായിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ ചെറിയ കൂട്ടത്തിൽ നിന്ന് ഇന്ന് ഫെബ്രുവരി 5 നമ്മുടെ അസോസിയേഷൻ, പാലക്കാട് അസോസിയേഷൻ എന്ന സ്വപ്നം നമ്മുടെ മുഖ്യാതിഥി ഭദ്രദീപം തെളിയിച്ചതോടുകൂടി അത് സ്ഥാപിതമായിരിക്കുകയാണ്. ഇവിടെ UAE വർക്ക് ചെയ്യുന്ന പാലക്കാട് മലയാളിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ആപത്ത് കാലത്ത് വരുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെൽപ്പ് ലൈനാണ് നമ്മൾ ആദ്യമായിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കളത്തിൽ പണി കഴിഞ്ഞ് കുളത്തിൽ കൂളി കഴിഞ്ഞ് ലല്ലില്ല ലല്ലീല കാലത്തിൽ പണിയാണമ്മ ലല്ലില്ല ലല്ലീല കളത്തിൽ പണി കഴിഞ്ഞ് കുളത്തിൽ കൂളി കഴിഞ്ഞ് പടിഞ്ഞാറൻ നാട്ട് നാടേ തിതൈതദാ നാട്ട് നാടേ
തകർത്തിത്തോ പൊങ്ങിൽ മഴ പെയ്തു പുഴയിൽ വെള്ളം കണ്ടു കെട്ടിയിട്ടും പൂട്ടിയിട്ടും നിൽക്കണില്ല. ഐക്യമത്യം മഹാബലം എന്ന് പറയുന്ന പോലെ ഇവിടുത്തെ അസോസിയേഷനിൽ ഇപ്പം നമ്മൾ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും 40ഓളം പേര് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും ഒത്തൊരുമ, അത് പാലക്കാടിൻ്റെ ആ ഒത്തൊരുമ, അതേപോലെയുള്ള ആ ഒറ്റക്കെട്ടായി നിൽപ്പ്, ഓരോരുത്തർക്കും ഓരോ കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് എത്ര കണ്ട് നന്നാക്കാൻ പറ്റുമെന്നുള്ള മറ്റുള്ള എല്ലാ പേഴ്സണൽ കാര്യങ്ങളെല്ലാം മറന്നുകൊണ്ട് എഫേർട്ട് എടുത്തിട്ട് ഇത്രയും 40 പേര് എഫേർട്ട് എടുത്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത്രയെങ്കിലും നന്നായിട്ടൊരു പരിപാടി ഇവിടെ നടത്താൻ സംഭവിച്ചത്. താനിനതെന്തിന്നം താനേ താനിനതെന്തിന്നാനേ താനിനതെന്തിന്നം താനതെന്തിന്നം താനിനതെന്തിന്നാനേ 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 താനിനതെന്തിന്നം താനതെന്തിന്നം താനിനതെന്തിന്നാനേ കൊത്തുമുസലിയാരേ മലപ്പുറം നേർച്ച കാണുവാൻ പോകുമ്പോ സുന്ദരിയാമൊരു കൊഞ്ചത്തി പെണ്ണവൾ വഞ്ചി തുഴഞ്ഞേ ഇക്കരക്കേ താനിനതെന്തിന്നം താനേ താനിനതെന്തിന്നാനേ താനിനതെന്തിന്നം താനതെന്തിന്നം താനിനതെന്തിന്നാനേ. സ്നേഹ സദസ്സിന് നമസ്കാരം. പാലക്കാട് അസോസിയേഷൻ പ്രസിഡൻറ്റും ഈ യോഗത്തിൻ്റെ അധ്യക്ഷനുമായ ശ്രീ ചക്രപാണി, സദസ്സിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന സ്പോൺസർമാർ, മാധ്യമ സുഹൃത്തുക്കൾ, ചീഫ് കോർഡിനേറ്റർ ഡോക്ടർ മോഹൻ, പാലക്കാട് അസോസിയേഷൻ ഭാരവാഹികൾ, സർവോപരി ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാ പാലക്കാട് നിവാസികളും